മുൻ മുഖ്യമന്ത്രിയും മുൻ KPCC പ്രസിഡന്റുമായ ആർ ശങ്കറിന്റെ 116ാമത് ജന്മദിന വാർഷികത്തിന്റെ ഭാഗമായി സംസ്കാര സാഹിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. ജവഹർ ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ദീർഘവീക്ഷണത്തോടെ കേരളത്തിന്റെ ആവശ്യങ്ങൾ കണ്ട ഭരണാധികാരിയായിരുന്നു ആർ ശങ്കർ എന്ന് അദ്ദേഹം പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും വ്യാവസായിക സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും ദീർഘവീക്ഷണത്തോടെ ഒട്ടേറെ പദ്ധതികൾ അദ്ദേഹം വിഭാവനം ചെയ്തതായും മുല്ലപ്പള്ളി പറഞ്ഞു. പിന്നെ ഭരണാധികാരിയായ ശ്രീമാൻ ശങ്കർ, രാഷ്ട്രീയ നേതാവായ ശ്രീമാൻ ശങ്കർ, ഇതുപോലെ സുതാര്യമായി പ്രവർത്തിച്ച എത്ര നേതാക്കന്മാർ നമുക്കുണ്ടോ ചോദിച്ചാൽ ഞാൻ വീണ്ടും പറയുന്നു, ശങ്കറിന് പകരമായിട്ട് ശങ്കർ തന്നെയാണ് ഉണ്ടായിരുന്നത്. അത്രയും സുതാര്യവും സത്യസന്ധവുമായിരുന്നു അദ്ദേഹം ജീവിതം. പ്രോബിറ്റി ഇൻ പബ്ലിക് ലൈഫ്, പൊതുജീവിതത്തിൽ സത്യസന്ധത, ആ സത്യസന്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോയ, മാനവിക മൂല്യങ്ങളും മതേതര തത്വങ്ങളും മുറുകെ പിടിച്ചുകൊണ്ടുപോയ ഒരു വലിയ മനുഷ്യനായിരുന്നു ശ്രീമാൻ ആർ ശങ്കർ. കക്ഷി 2 വർഷക്കാലം മാത്രമാണ് അദ്ദേഹത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിന് ഒരു ദുര്യോഗമെന്ന് മാത്രമേ ഞാൻ അതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുള്ളൂ. പിന്നെ കേരളത്തിലെ കാർഷിക ഉൽപാദനം, എത്ര കൃത്യമായ ധാരണയും ചിത്രവും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കേരളം അതിമനോഹരമായ ഒരു കാർഷിക ഒരു സംസ്ഥാനമാണ്. നമ്മുടെ സംസ്കാരം കൃഷിയുടേതാണ്. ഇവിടെ ധാരാളം നെൽവയലുകളുണ്ട്. കണ്ടെത്താത്ത ഏക്കർ ആ നെൽപ്പാടങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഭക്ഷ്യകാര്യത്തിൽ സ്വയം പര്യാപ്തത നേടാൻ മറ്റ് സംസ്ഥാനങ്ങൾ ആശ്രയിക്കേണ്ട ഗതികളില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ലക്ഷക്കണക്കിന് നാളികേരമുള്ള നാടാണ് കേരം പിടയുന്ന കേരളം. ആ കേരളത്തിൽ ആവശ്യമുള്ള നാളികേരം നമുക്കുണ്ട്. നിങ്ങൾ ഓർക്കണം, അത് സുഗന്ധ വ്യഞ്ജനങ്ങൾ മലയോരത്ത് പോയി കഴിഞ്ഞാൽ പാശ്ചാത്യ ഇന്ത്യയിലേക്ക് ആകർഷിച്ച സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ തന്നെയുള്ള നമ്മുടെ മലയോരങ്ങൾ. അതുപോലെ തന്നെയാണ് പഴം, പച്ചക്കറി, ഇല്ലാത്തതൊന്നുമില്ല. അതുകൊണ്ട് നമുക്കെന്ത് വേണം? ഒരു ഫുഡ് സെക്യൂരിറ്റി വേണം. കാർഷിക രംഗത്തെ വളർച്ചയുടെ ഇല്ലാതെ ആ ഫുഡ് സെക്യൂരിറ്റി അത് നമുക്ക് ഉറപ്പുവരുത്താൻ സാധ്യമല്ല എന്ന് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത്രയേറെ ക്രാന്തദർശിത്വം സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ശ്രീമാൻ ശങ്കർ മാത്രമാണ്. ആദ്യമായിട്ട് ഫുഡ് സെക്യൂരിറ്റിയെക്കുറിച്ച്, ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷത്തെക്കുറിച്ച് സംസാരിച്ച ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. നമ്മുടെ വ്യവസായ വൽക്കരണത്തെക്കുറിച്ചാണല്ലോ പറയാറുള്ളത്. ആ വ്യവസായിക വൽക്കരണത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു സംസ്ഥാനം ചിന്തിക്കുന്ന മുമ്പ് ഫാസ്റ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, ആ ഇൻഡസ്ട്രിയലൈസേഷൻ വേണം പറഞ്ഞത് മനുഷ്യനാരാന്ന് ചോദിച്ചാൽ സംശയദേശമെന്ന് ഞാൻ വീണ്ടും പറയും, ആർ ശങ്കർ തന്നെയാണ് ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചത്. സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി K. പ്രമോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം, കോൺഗ്രസിന്റെ 1ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു ആർ ശങ്കർ എന്ന്. കണ്ണൂരിൽ നിന്ന് ജയിച്ചിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയത് എന്ന് ഈ പുതിയ തലമുറക്ക് അറിയണമെന്നില്ല. ഈ കണ്ണൂർ നിയോജകമണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം MLA ആയിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയത്. കണ്ണൂരിൽ ഇലക്ഷന് പ്രവർത്തിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് കായത്ത് ദാമോദരനും ഹരിദാസ് സേട്ടുവും സാമുവൽ ആറോണുമായിരുന്നു. കണ്ണൂരിലെ കോൺഗ്രസിന്റെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന അവരാണ് ആ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ. അദ്ദേഹം ഇവിടെ മത്സരിക്കുമ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ കണ്ണൂരിന് മറക്കാൻ പറ്റാത്ത ഒരു സ്ഥാപനം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അതാണ് നമ്മുടെ തോട്ടടയിലുള്ള SN കോളേജ്. 1960 വിജയിച്ചു. 1961 അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. മറ്റൊരു സ്ഥാപനമാണ് സിറ്റി ഹൈസ്കൂൾ, സർക്കാർ ഹൈസ്കൂൾ. അദ്ദേഹം വന്നു കൊടുത്ത വാക്കാണ്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. ഇപ്പോഴത്തെ ഭരണവുമായി വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സൂര്യനാണ്, തേജസ്സാണ്, ഏതൊക്കെയോ വാക്കുകളൊക്കെ ആരൊക്കെയോ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത്തരം പ്രയോഗങ്ങളൊന്നുമില്ലാതെ ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി 2 വർഷം കൊണ്ട് മുഖ്യമന്ത്രിയായിരിക്കുന്ന ആ 2 വർഷ കാലഘട്ടം അതിലേറെ പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നത്
അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്ന സമയത്താണ് വാർദ്ധക്യകാല പെൻഷനും അതുപോലെ വിധവാ പെൻഷനുമൊക്കെ തുടങ്ങിയത് എന്ന് പറയുമ്പോൾ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണം, അതുപോലെ ഇവിടെ മുല്ലപ്പള്ളി സാർ ഇവിടെ സൂചിപ്പിച്ചു വിഴിഞ്ഞം തുറമുഖം. ഇപ്പോൾ എല്ലാവരും അതിൻ്റെ വിഴിഞ്ഞം തുറമുഖം ആരാണ് അതിന് വിഭാവന ചെയ്തതും അത് നടപ്പിലാക്കിയത് വിഭാവന ചെയ്ത് കൊണ്ടുവന്നത് ഇവിടെ സൂചിപ്പിച്ചു. പിന്നീട് അത് നടപ്പിലാക്കിയത് ആരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. DCC സെക്രട്ടറി ടി ജയകൃഷ്ണൻ, സുരേഷ് കൂത്തുപറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രഗത്ഭ പുല്ലാങ്കുഴൽ വിദഗ്ധൻ, സംസ്കാര സാഹിതിയുടെ സഹയാത്രികനുമായ സോപാന സംഗീതത്തിലൂടെ അവരോട് ആദരപൂർവ്വം അഭ്യർത്ഥിക്കുക. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303.